ഒരിക്കൽ വൈദ്യുതി വെളിച്ചം പോലും എത്തിപ്പെടാത്ത ഒരു ഹിമാചൽ ഗ്രാമത്തിൽ നിന്നും പ്രതിസന്ധികളുടെ ഇരുട്ടറകളെ ഭേദിച്ച് അമേരിക്കയുടെ മണ്ണിൽ സോഫ്റ്റ്വെയർ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യനുണ്ട്. ജയ് ചൗധരി. കേൾക്കുമ്പോൾ കെട്ടുകഥയെന്ന് തോന്നിയേക്കാവുന്ന ഈ ജീവിതം ദാരിദ്ര്യവും പ്രതികൂല സാഹചര്യങ്ങളും ഒരാളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിക്കുന്ന ഒന്നാണ്. ചൗധരിയുടെ ഈ അത്ഭുതകരമായ യാത്ര ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടിയ നിരവധി ഇന്ത്യക്കാരിൽ ഒരാളുടെ മാത്രം കഥയാണ്. ഫോബ്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ പട്ടികയിൽ 12 ഇന്ത്യൻ വംശജർ ഇടം നേടിയെന്നത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ഈ വ്യക്തികളുടെ ജീവിതം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയുടെയും പ്രചോദനത്തിന്റെയും വിളക്കുകളാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, സാമ്പത്തിക പരിമിതികൾ ഇതൊന്നും ഇവരുടെ മുന്നിൽ തടസ്സങ്ങളായിരുന്നില്ല. അസാമാന്യമായ കഠിനാധ്വാനവും അചഞ്ചലമായ ദൃഢനിശ്ചയവും സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യവുമാണ് ഇവരെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചത്. ടെസ്ല മേധാവി ഇലോൺ മസ്ക് കുടിയേറ്റക്കാരനായ കോടീശ്വരന്മാരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ ആഗോള പട്ടികയിൽ ഇന്ത്യൻ വംശജരുടെ ഈ ശക്തമായ സാന്നിധ്യം തീർച്ചയായും ശ്രദ്ധേയമാണ്. ഫോബ്സ് പട്ടികയിൽ ഇന്ത്യയുടെ കരുത്ത്. വിദേശത്ത് ജനിച്ച് അമേരിക്കയിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച് വിജയക്കൊടി പാറിച്ച ശതകോടീശ്വരന്മാരുടെ പട്ടികയാണ് ഫോബ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തിലെ 43 രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് ഇതിൽ പരിഗണിച്ചിരിക്കുന്നത്. ഇതിൽ 12 പേർ ഇന്ത്യക്കാരാണെന്നത് രാജ്യത്തിന് വലിയൊരു അംഗീകാരമാണ്. 2022 കണക്കനുസരിച്ച് 7 ഇന്ത്യക്കാർ മാത്രമാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 12 ഉയർന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളർന്നുവരുന്ന സാമ്പത്തിക ശക്തിയുടെയും മനുഷ്യവിഭവ ശേഷിയുടെയും മികവിനെയും എടുത്തു കാണിക്കുന്നു. കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ മൊത്തം ആസ്തി $1.3 ട്രില്യൺ ആണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ മൊത്തം സമ്പത്തിന്റെ 18% വിദേശ പൗരന്മാരുടെ കൈവശമാണ് എന്നത് അവരുടെ സാമ്പത്തിക സ്വാധീനം എത്ര വലുതാണെന്ന് അടിവരയിടുന്ന ഒന്നാണ്. 125 പേരാണ് ഇത്തവണ ഫോബ്സ് ലിസ്റ്റിലുള്ളത്. ഇതിൽ 3-1 പേരും ഇന്ത്യ, ഇസ്രായേൽ, കാനഡ, ചൈന, ജർമ്മനി, ഇറാൻ, ഫ്രാൻസ്, ഹംഗറി, ഉക്രൈൻ തുടങ്ങിയ 10 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം മുന്നിട്ട് നിൽക്കുന്നു. അമേരിക്കൻ മണ്ണിൽ വിജയക്കൊടി പാറിച്ച പട്ടികയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന പേര് ജയ് ചൗധരിയുടേതാണ്. സൈബർ സുരക്ഷാ രംഗത്തെ അതികായന്മാരായ ഇസഡ് സ്കെയിലറിന്റെ അമരക്കാരനാണ് ഇദ്ദേഹം. ഹിമാചൽ പ്രദേശിലെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വാരണാസി IIT-യിലൂടെയും സിൻസിനാറ്റി യൂണിവേഴ്സിറ്റിയിലൂടെയും ഉന്നത വിദ്യാഭ്യാസം നേടി. 1980-ൽ അമേരിക്കയിലേക്ക് ചേക്കേറിയ ഇദ്ദേഹം ദീർഘകാലത്തെ കഠിനാധ്വാനത്തിനു ശേഷം 2007-ൽ സ്വന്തം സംരംഭത്തിന് തുടക്കമിട്ടു. ഇന്ന് ഫോബ്സ് പട്ടികയിൽ 8-ാം സ്ഥാനത്ത് തിളങ്ങി നിൽക്കുകയാണ് ഇദ്ദേഹം. പൂനെയിൽ വേരുകളുള്ള വിനോദ് കോസ്ല വെഞ്ചേഴ്സ് എന്ന പേരുള്ള വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനത്തിലൂടെ അറിയപ്പെടുന്നു. സ്റ്റാൻഫോർഡിലെ MBA പഠനമാണ് അദ്ദേഹത്തെ ബിസിനസ് ലോകത്തേക്ക് എത്തിച്ചത്. $920 കോടി ആസ്തിയോടെ ഫോബ്സ് പട്ടികയിൽ 17-ാം സ്ഥാനത്താണ് ഇദ്ദേഹം. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ഇൻഡിഗോ എയർലൈൻസിന്റെ സ്ഥാപകനായ രാകേഷ് ഗംഗ്വാൾ ഫോബ്സ് ലിസ്റ്റിൽ 29-ാം സ്ഥാനത്താണ്. കാൺപൂർ IIT-യിലെ പഠനശേഷം 1977-ൽ അമേരിക്കയിലെത്തി ഏവിയേഷൻ രംഗത്ത് പ്രവർത്തിച്ച ഇദ്ദേഹം യുണൈറ്റഡ് എയർലൈൻസിലെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് മാനേജർ പദവിയിൽ നിന്നും 2005-ൽ രാഹുൽ ഭാട്ടിയയുമൊത്ത് ഇൻഡിഗോ എയർലൈൻസ് സ്ഥാപിച്ചു. $660 കോടി ആണ് രാകേഷിന്റെ ആസ്തി. സിംഫണി AI ഗ്രൂപ്പിന്റെ തലവനായ രമേഷ് ടി വദ്വാനി ഇന്ത്യ വിഭജനത്തിന് മുൻപ് കറാച്ചിയിൽ ജനിച്ച് മുംബൈ IIT-യിൽ പഠിച്ച ശേഷം മാസ്റ്റേഴ്സ് പഠനത്തിനായി അമേരിക്കയിലേക്ക് പോയ വ്യക്തിയാണ്. 2017-ൽ സ്വന്തം കമ്പനി തുടങ്ങിയ ഇദ്ദേഹത്തിന് $500 കോടി ആസ്തിയുണ്ട്. GQG എന്ന അസറ്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഉടമയായ രാജീവ് ജെയിൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിനു ശേഷം MBA നേടാനാണ് അമേരിക്കയിലെത്തിയത്. $480 കോടി ആസ്തിയുള്ള അദ്ദേഹം 2016-ൽ അമേരിക്കക്കാരനായ ടിം കാർവറുമായി ചേർന്ന് സ്വന്തം സ്ഥാപനം ആരംഭിച്ചു. അമേരിക്കൻ ഇന്ത്യക്കാർക്കിടയിൽ രാം ശ്രീറാം എന്നറിയപ്പെടുന്ന കവിതാർക്ക് രാം ശ്രീറാം ഷെർപ്പലോ വെഞ്ചേഴ്സിന്റെ ഉടമയാണ്. മദ്രാസ് സർവകലാശാലയിലെ പഠനത്തിനു ശേഷമാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് ചേക്കേറിയത്. $300 കോടി ആണ് അദ്ദേഹത്തിന്റെ ആസ്തി. ഡൽഹി സ്വദേശിയായ രാജ് സർദാന ജോർജിയ ടെക് യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിനായാണ് US-ലേക്ക് എത്തിയത്. 1988-ൽ ഇന്നോവ സൊല്യൂഷൻസ് എന്ന പേരിൽ സ്വന്തം IT കമ്പനി ആരംഭിച്ച് $200 കോടി ആസ്തി നേടി. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി US-ലെ ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിനായി എത്തിയ ഡേവിഡ് പോൾ 2003-ൽ സ്വന്തം കമ്പനിയായ ഗ്ലോബസ് മെഡിക്കൽ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ കമ്പനിയായ ആൽഫബറ്റിന്റെ ആസ്തി $110 കോടി ആണ്. മധുരയിൽ ജനിച്ച് ഗോരഖ്പൂർ IIT, സ്റ്റാൻഫോർഡ്, പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കിയാണ് പിച്ചെ കോർപ്പറേറ്റ് ലോകത്തെത്തിയത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് CEO ആയ ഹൈദരാബാദ് സ്വദേശി സത്യ നദല്ല ഫോബ്സ് പട്ടികയിൽ 120-ാം സ്ഥാനത്താണ്. ഇദ്ദേഹത്തിന്റെ ആസ്തി $110 കോടി ആണ്. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിച്ച അദ്ദേഹം ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MBA നേടിയത്.
1992 അദ്ദേഹം മൈക്രോസോഫ്റ്റിൽ ചേർന്നത്. US-ലെ ഇന്ത്യൻ സംരംഭകയായ നീർജ സേതി $100 കോടി ആസ്തിയുമായാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിന് പോയ നീർജ പിന്നീട് കുറച്ചുകാലം ടാറ്റ കൺസൾട്ടൻസിയിൽ ജോലി ചെയ്തു. 1980-ൽ ഭർത്താവുമൊത്ത് IT സ്ഥാപനമായ സിന്റലിന് രൂപം നൽകി. ഈ വ്യക്തികളുടെ ജീവിതകഥകൾ വ്യക്തമാക്കുന്നത് കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് ലോകത്തിന്റെ നെറുകയിലെത്താൻ കഴിയുമെന്നതാണ്. അവരുടെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനമാകുന്നതിൽ സംശയമില്ല. ഈ വിജയഗാഥകൾ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ശക്തിയും ആഗോള സാമ്പത്തിക ലോകത്ത് അവരുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ദൃഢമായ മുന്നേറ്റവും എടുത്തു കാണിക്കുന്നു.